ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണ്, എന്തൊക്കെ കാര്യങ്ങൾ എന്ന് ശ്രദ്ധിക്കണം. നോക്കാം. ഇതിൽ ഒരു 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരു നിരാശയിലാണ്ട് പോയിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയോ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ ആഗ്രഹങ്ങളുള്ളതിൻ്റെ വേദനയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത്. അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ അടുത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളോ സംസാരമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു കാര്യമേ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു വേദന കിട്ടിയെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തകർന്നു പോയി. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നിങ്ങൾക്കൊരു അരക്ഷിതാവസ്ഥയിൽ ഇരിക്കുന്നുണ്ടായിരിക്കണം. ഇത് ശരിയാവോ, മുന്നോട്ട് പോവോ, അല്ലെങ്കിൽ ഞാൻ വേറെ ജോലി നോക്കണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി. ഒരു ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. ജീവിതത്തോടൊരു വിരക്തി തോന്നിയിരിക്കുന്ന ആൾക്കാർ. ഇപ്പം ആദ്യം തന്നെ അങ്ങനെ ഒരു മെസ്സേജാണ് വന്നത്. ഒരു ഇത് ഉണ്ടല്ലോ, ഈ കപ്പുകൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് നല്ലതുമുണ്ട്, പക്ഷേ പൊട്ടിപ്പോയ കപ്പുകളുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ നമ്മളാരും ദൈവത്തെ ഓർക്കൂല, നമ്മളുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കൂല, ഈ ജീവിതത്തിന് ഒരു മനോഹാരിതയും കാണൂല എന്ന് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തൊരു കാര്യം നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മളുടെ വാല്യൂ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. നമ്മളെ കിട്ടിയ കാര്യത്തിന് മൂല്യം നമുക്ക് തോന്നുന്നത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അത് നേടിയെടുക്കുമ്പോഴാണ്. അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രിയപ്പെട്ടതായിരിക്കാം, അത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിക്കുന്നത് ശരിക്കും മണ്ടത്തരമാണ്. അത് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ പോയെന്ന് ചിന്തിച്ചാലും മനസ്സിലാകും. ഇതുപോലുള്ള 100 കണക്കിന് 1000 കണക്കിന് ഇൻസിഡൻസ് നമ്മളുടെ ഓരോ ദിവസവും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അതിന്നൊക്കെ ഓവർകം ചെയ്തിപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം വീണ്ടും അത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായും വിട്ട് കളഞ്ഞിപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ആലോചിക്കണം എന്നുള്ളതാണ്. വീണ്ടും 5 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നഷ്ടബോധം തന്നെയാണ്. അപ്പോൾ ഒരു ഓവറാൾ എനർജി ആയിരിക്കണം ഇന്നൊരു നഷ്ടബോധം. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന, നമ്മൾ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയതായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇത് നിങ്ങൾ താമസിച്ചിരുന്ന വീട് നഷ്ടപ്പെട്ടു പോയതോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം നഷ്ടപ്പെട്ടു പോയതോ, അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു പോയതോ ഒക്കെ ആയിട്ടുള്ള ഒരു എനർജി. ഇനി എന്ത് ചെയ്യും എന്നറിഞ്ഞുകൂടാ. ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക്. അപ്പോൾ മുന്നോട്ട് ഒരു വഴിയും കാണാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി. ഇത് നിങ്ങൾ ഇതിൽ നിന്നും പുറത്ത് കിടക്കാൻ പൂർണ്ണമായിട്ടും ശ്രമിക്കണം. നിങ്ങളുടെ ഫുൾ എഫേർട്ട് നിങ്ങൾ ഇതിനിടണം. കാരണം അടുത്ത കാർഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഇനി അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇതൊരു 5 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പം ഇതിൽ നിങ്ങളാണ് ജയിക്കാൻ പോണത്. ഇപ്പം ഈ 5 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗ് എനർജിയാണ്. നിങ്ങളെ ആരോ എപ്പോഴൊക്കെയോ ചതിച്ചു. ഈ റീസെന്റിലും ആരോ ചതിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവിടെ നിന്നും നിങ്ങൾ
നിങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങൾ ജയിച്ചു പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, കുറേ നിങ്ങളെ തോൽപ്പിച്ച ആൾക്കാരൊക്കെയും അവര് ആൾറെഡി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സമയമാണ്. അപ്പം ഇതൊരു വിജയത്തിന്റെ എനർജിയാണെന്ന് മനസ്സിലാക്കുക. ഇതില് കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് കോമ്പറ്റേറ്റ് ചെയ്യാനുള്ള കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ അവരെ എല്ലാരെയും ചിലപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെയും നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഒരിക്കലും അവരെ ഒഴിവാക്കി കളയാൻ പറ്റൂല. പക്ഷെ ഓവറോൾ എനർജി വരുമ്പം എന്നെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വിജയമാണ് കാണുന്നത്. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി ഇന്നത്തത് കുറേ ആൾക്കാർക്കും, എല്ലാവർക്കും ആയിരിക്കില്ല, കുറേ ആൾക്കാർക്കും ഒരു നെഗറ്റീവ് ഫീലാണ് കാണുന്നത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് നിങ്ങൾക്കുണ്ടായ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കണം ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഒരു എനർജിയുടെ കാരണം. നോക്കാം. പേജ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആയുധം കിട്ടിയ ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്ത് കാണുന്നത്. ഇതില് നിങ്ങൾ എവിടെയാണോ തോറ്റുപോയത്, നിങ്ങൾ എന്താലോചിച്ചാണോ ദുഃഖിക്കുന്നത്, നിങ്ങളെ ആരാണോ തള്ളിപ്പറഞ്ഞത് അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചത്, അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളത് കണ്ടുപിടിക്കണം. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ കൊണ്ടു തന്നിട്ട് എന്നാ ജയിച്ചോ എന്ന് പറയണം എന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഇമോഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങളൊന്ന് എനർജറ്റിക് ആകണം എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾ ചിലപ്പോൾ ഇത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി വരുന്ന മെസ്സേജസ് ബാക്കി ആൾക്കാരുകളായിരിക്കും. ആദ്യം തന്നെ ഇത് ഒരുപാട് ടയേർഡായി വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലയിലായിരിക്കും ഇത് ഡിവൈൻ നിങ്ങൾക്ക് തന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു കച്ചിത്തുരുമ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് പിടിച്ചു കയറാൻ പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം വരുന്നുണ്ട്. അത് പൈസ നഷ്ടപ്പെട്ടതോ, റിലേഷൻഷിപ്പിൽ നഷ്ടം വന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടമായതോ, എന്ത് തന്നെ ആകട്ടെ, അവിടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജയിക്കാൻ പറ്റും. പക്ഷെ സമയം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പം ഇന്ന് തന്നെ അത് സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ക്ഷമ വേണം. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അത് സംഭവിക്കും. മജീഷ്യനാണ്. നിങ്ങളുടെ കയ്യിൽ തന്നെ മാജിക് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള മാജിക്ക്, ഇത് കുറേ ആൾക്കാരും ഹീലേഴ്സ് ആയിരിക്കണം. കാരണം നിങ്ങളെ ഹീൽ ചെയ്യാൻ ചിലപ്പം എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങളെ ഹീൽ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ആൾറെഡി ആ ഒരു എനർജി ഉണ്ട്. കുറേ സമയം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഹീലിംഗ് നിങ്ങളിലേക്ക് സ്വീകരിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റുന്നത് പോലെ നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാൻ ഉള്ള സമയമാണ്. അപ്പം നമ്മളൊന്ന് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യുക. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് ഈ ഒരു സമയം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റിയൽ ആയിട്ട് വരും. മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക. വീണ്ടും ഒരു 5 ഓഫ് കപ്പിന്റെ എനർജിയാണ്. നഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ സാധ്യതകളെ നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോക്കസ് മാറ്റണം കേട്ടാ. നമുക്ക് എന്താണോ ഇപ്പൊ ഇല്ലാത്തത്, അല്ലെങ്കിൽ ആ മാറ്റിയ ഒരു കാര്യം, നമ്മളിൽ നിന്ന് മാറിപ്പോയ ഒരു കാര്യം, അതിൽ മാത്രമാണ്, ഈ ഒരു ബ്രോക്കൺ കപ്സിൽ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും, അത് ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ല. പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ പുറകിലാണ്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് ഇമോഷനിൽ ഇരുന്നാൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാനോ ഒന്നും പറ്റണില്ല. അപ്പോൾ നിങ്ങൾ കാണാത്ത കുറേ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ സാധ്യതകളെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതില് നിങ്ങൾ ഈ ഒരു നെഗറ്റീവ്, ഈ ഒരു ഇതൊക്കെ മാറിയിട്ട്, നിരാശയൊക്കെ മാറിയിട്ട് നിങ്ങളുടെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ ഉള്ളത്. ഈ നിരാശയിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗറിലേക്ക് നിങ്ങൾ വരണം. മാനസികമായും ശാരീരികമായും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വരണം എന്നാണ് കാണുന്നത്. ഈ ഒരു ഇതിൽ ഇരുന്ന് കഴിയുമ്പം നിങ്ങൾക്ക്
യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ഹിഡൻ ആയിട്ടുള്ള ആ ഒരു സന്തോഷം കണ്ടെത്തുക, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. ഇത്രയും കാലം ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് അവര് നിങ്ങൾക്ക് ഒരു മൂല്യവും തരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കുക. നമ്മളെക്കാളേറെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കൊടുക്കുകയും നമ്മളുടെ എനർജി കൊടുക്കുകയും നമ്മളുടെ സമ്പത്ത് കൊടുക്കുകയും നമ്മളുടെ ആത്മാവിനെ തന്നെ കൊടുക്കുകയും ചെയ്യും പലപ്പോഴും. പക്ഷേ നിങ്ങൾ അങ്ങനെ കൊടുക്കുന്തോറും നിങ്ങൾക്ക് ഒരു മൂല്യവും തരൂല. ഈ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന ആ വ്യക്തിയോ ആ ഒരു സാഹചര്യമോ നിങ്ങൾക്ക് തിരിച്ചൊന്നും തന്നെ തരൂല. പക്ഷെ നിങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഹീൽ ചെയ്ത് ഈ നടന്ന സംഭവങ്ങളൊക്കെയും നടക്കേണ്ടത് തന്നെയാണ്, അത് നടന്ന് എൻ്റെ ജീവിതത്തിൽ മാറിപ്പോയി എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച്, ശരിക്കും നിങ്ങളോടൊരു സ്നേഹവും കമ്പാഷനും അതൊക്കെ നിങ്ങളോടാണ് വേണ്ടത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മാവ് സന്തോഷിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ആത്മാവിന്റെ സന്തോഷമാണ് നിങ്ങളുടെ ആ ഒരു മുഖത്തും നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ബോഡിയിലുള്ളത്. ഇപ്പം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയ ആൾക്കാരുണ്ടാവും. വളരെയധികം ഡിപ്രഷനിൽ നിന്നും നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒക്കെ മാറി വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ടാവും. കുറെ ആൾക്കാർക്ക് ഇത് പാസ്റ്റ് എനർജി ആയിരിക്കും. അല്ലാത്ത ആൾക്കാർ നിങ്ങൾ ഇതിലേക്ക് എത്തണം എന്നാണ് കാണുന്നത്. നിങ്ങളെല്ലാം അങ്ങോട്ട് മാത്രം കൊടുത്തോണ്ടിരിക്കും. ക്യൂൻ ഓഫ് കപ്സ് എന്നത് ഗിവിംഗ് നേച്ചറാണ്. അപ്പൊ എപ്പോഴും അങ്ങോട്ട് മാത്രം കൊടുത്തോണ്ടിരിക്കും. പക്ഷെ ഈ അങ്ങോട്ട് മാത്രം കൊടുക്കുന്ന ആൾക്കാര് അവരൊരു യന്ത്രം പോലെ മറ്റുള്ളവർ യൂസ് ചെയ്യും. ഇതെല്ലാം ഇങ്ങോട്ടല്ലേ തരണത്, അപ്പം നിങ്ങൾക്ക് തിരിച്ചൊന്നും വേണ്ട, ഇത് അങ്ങോട്ട് തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ തന്നെ മാറ്റിയെടുക്കണം. ഒരു കാർഡ് കൂടി നോക്കാം. വീണ്ടും 4 ഓഫ് കപ്സ് ആണ്. അപ്പൊ കുറേ ആൾക്കാർക്കും ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമോഷനാണ്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അത് കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഈ ഒരു എനർജി ആണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം ഇന്നത്തെ ഒരു ഓവറോൾ എനർജി വന്നതും ഒരു മൂഡ് ഓഫിന്റെ എനർജിയാണ്. ഒരു അത്ര പോസിറ്റിവിറ്റി കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഡിവൈന് നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ പറഞ്ഞു തരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ എനർജിയായിട്ട് കണക്റ്റഡ് ആകുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാനുള്ളൊരു സമയമായി എന്നാണ്. കോട്ടം നോക്കാം. 2 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ നിങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിലധികം ചാൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ചിലപ്പോൾ അത് ജോലിയുടെ കാര്യമായിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഐഡിയ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് ലോകത്തെ അറിയിക്കാനുള്ള ഒരു എനർജി ആയിരിക്കാം. എന്ത് തന്നെയായാലും പുതിയ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് റിസീവ് ചെയ്യാനുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരിക. നോക്കാം ഇതിലെന്താണെന്ന്. റെഡാണ്. ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, ക്ഷമിക്കുക. അപ്പോൾ പലപ്പോഴും ക്ഷമിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അത് ഒരിക്കലല്ലായിരിക്കും, ഒരു 100 തവണ ചെയ്തിട്ടുണ്ടാവും. ഈ 100 തവണയും നിങ്ങളത് ശ്രമിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കത് മറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വീണ്ടും ചിലപ്പോൾ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളോട് ഒരു സ്നേഹം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റണില്ല, പുറത്തു കൊടുക്കാൻ പറ്റണില്ല. പക്ഷെ നിങ്ങൾ പൂർണ്ണമായും എപ്പോഴാണോ അവർക്ക് പുറത്തു കൊടുക്കുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിറങ്ങൾ വരുന്നത്, ഒരുപാട് സന്തോഷം വരുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എങ്ങനെ ചെയ്യാൻ പറ്റി, എന്തായിരുന്നു, എത്ര നല്ല രീതിയിൽ പോയ കാര്യമാണ്, അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും ചതിച്ചത്, പറ്റിച്ചത്, വീണ്ടും പറ്റിച്ചത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഈ ഒരു കാര്യം ഫോർഗീവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഫെദറാണ്.
നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ചിന്തിക്കാനാണ്. അപ്പം നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ജഡ്ജ് ചെയ്യും. ഒരാളിനെ കാണുമ്പോൾ ജഡ്ജ് ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊന്നും അറിഞ്ഞൂടാത്തൊരു കാര്യം, നമുക്ക് ആ ഒരു വ്യക്തിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ പറ്റിയോ ഒന്നും തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ആദ്യം നമ്മളുടെ അഭിപ്രായം എങ്ങനെ പറയും, ഇത് ഇങ്ങനെയായിരിക്കും. നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഈ അടുത്ത് നടക്കുന്ന, നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ ഒരു ആദ്യത്തെ ഇംപ്രഷനിൽ നമ്മളങ്ങ് പറയും ഇത് ഇങ്ങനെയായിരിക്കും. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. ഒരു കാര്യം ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ, നമ്മളുടെ അഭിപ്രായം പറയുന്നതിന് മുന്നേ, നമ്മളുടെ അഭിപ്രായം ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് മാത്രം പറയുക. ആരെയും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും കുറ്റവും കുറവും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇപ്പം പല ആൾക്കാർക്കും പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ ശരിക്കും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ ചില അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുമോ അതാ അവരെ ഡിസർവ് ചെയ്യുന്നതാണ്, അവരങ്ങനെയാണ്. അങ്ങനെയൊന്നും പറയാൻ നമ്മൾ ആരുമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് പറയുന്നത്. വോയേജാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ ആൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന് അറിയാം എന്നാണ് കാണുന്നത്. അപ്പം പക്ഷെ നമ്മളത് എടുക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മളുടെ ഹൃദയത്തോട് നമ്മൾ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. നമ്മളുടെ മനസ്സിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളുടെ ഹൃദയവുമായിട്ട് നമ്മൾ പലപ്പോഴും ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം, എന്താണ് നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അത് നമ്മളോട് ഹൃദയത്തോട് ചോദിക്കുക. ഇതിപ്പോൾ ഫോർഗീവ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ചില ആൾക്കാർ, അത് അവർ ആ ഇമോഷനിൽ തന്നെ ഇരിക്കുമ്പം നമ്മൾ സ്വയം ഒന്ന് ചോദിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത്, ഇതിന് എന്താണ് കാരണം? അപ്പോൾ ചിലപ്പം മിക്കവാറും ഈ കാരണം നമ്മൾ തന്നെ ആയിരിക്കും. നമ്മളെ ഒരാൾ പറ്റിച്ചുവെങ്കിൽ, ഒരാൾ ചതിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായി എങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം മാറേണ്ടത് നമ്മളാണ് എന്നുള്ളതാണ്. അപ്പം പക്ഷെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ മറ്റു ആൾക്കാർ നമ്മളെ പറ്റിക്കുന്നു, നമ്മളെ കുറ്റം പറയുന്നു, നമ്മളെ ചീറ്റ് ചെയ്യുന്നു. എപ്പോഴും നമ്മൾ അതിൻ്റെ ആ ഒരു ഉള്ളിലോട്ട് ചെന്ന് നോക്കുമ്പം ഈ ചീറ്റ് ചെയ്യാനുള്ള ഒരു അനുവാദം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തി, അവരുടെ ഒരു ശരിക്കും ഒരു കോളോ മെസ്സേജോ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വെപ്രാളം വരും. അയ്യോ, എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മളായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ യാത്രയിൽ ചിലപ്പോൾ അവരില്ലാത്തതായിരിക്കും. നമ്മളുടെ ഡെസ്റ്റിനിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ജീവിത യാത്രയിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ആ ആളിനെ മറക്കാൻ പറ്റൂലായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അവരൊരു കോൾ ചെയ്യുമ്പോഴോ മെസ്സേജ് ചെയ്യുമ്പോഴോ വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ പോണത്. അങ്ങനെ ചെയ്യാതിരിക്കുക. അഥവാ അങ്ങനെ ചെയ്താൽ പോലും കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നമ്മളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക. നമ്മളെ മനസ്സിലാക്കാത്ത, നമുക്ക് മൂല്യം തരാത്ത ഏതെങ്കിലും വ്യക്തികൾ, നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന, മനസ്സിലാക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റണം. കാരണം നമ്മളുടെ യാത്ര അത് ആൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ സോള്. അപ്പോൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി വീണ്ടും നമ്മളുടെ ജീവിതത്തിലേക്ക് വരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നത്. നമുക്ക് നിരാശയും നഷ്ടബോധവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാസിലാണ്. ഇതില് യുദ്ധത്തിനുള്ള സമയമല്ല, ഇത് സമാധാനത്തിന്റെ സമയമാണ് എന്നുള്ളതാണ്. ഇത് ഹീലിംഗിന്റെ സമയമാണ്. അപ്പോൾ ഇത് ഒരു വീണ്ടും ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ആൾറെഡി കുറേ പ്രശ്നങ്ങൾ നടന്നു. വീണ്ടും വീണ്ടും നമ്മൾ അതിനെ പെരുപ്പിച്ച് ഒന്നും ചെയ്യണ്ട, നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ട, അവരെയും ബുദ്ധിമുട്ടിക്കണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. പക്ഷെ അതാണ് പറഞ്ഞത്, ഇത് യുദ്ധത്തിന്റെ സമയമല്ല, ഇത് യുദ്ധം കഴിഞ്ഞ് ഹീൽ ചെയ്യേണ്ട ഒരു സമയമാണ്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കുക, നമ്മളോട് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വളരെ കൂൾ ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, മനസ്സമാധാനത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ
എനർജി, നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.